ശംശായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 30-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും വിവാഹത്തെക്കുറിച്ചാണ്. ഈ വിവാഹം ഒത്തിരി സവിശേഷതകളുള്ളതാണ്. കാരണം സാധാരണ വിവാഹം പോലെയല്ല. ഇത് രണ്ട് ആത്മാക്കളുടെ സ്വർഗത്തിലെ നിശ്ചയമനുസരിച്ച് ഒരു വിവാഹം പോലെയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന് അവിടെ കുഞ്ഞുനാളിൽ മുതൽ കന്യകയായിരിക്കണമെന്നും അതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് നിന്നെ വേണം എന്ന ശബ്ദവും അതിന് ഒരുപക്ഷെ എതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ നിയമം, ആ നിയമം അനുശാസിക്കുന്നത് എല്ലാ സ്ത്രീകളും വിവാഹിതരാകണമെന്നും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ദൈവത്തിന് കാഴ്ചവെക്കണമെന്നുമാണ്. ഇവിടെയാണ് പരസ്പര വിരുദ്ധമായിട്ടെന്ന് തോന്നുന്ന ആ സത്യങ്ങൾ ഒന്നായിത്തീരുന്നത്. അപ്പോൾ ഇവിടെ ദൈവം വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, നാസീർ വ്രതം, ആ പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ആത്മീയ തലത്തിൽ ഈ 3 സത്യങ്ങൾ ഒന്നിച്ചു ചേരുന്ന അതൊരു നിഗൂഢമായ ദൈവത്തിൻ്റെ രഹസ്യം തന്നെയാണ്. അതിന് ഈ വിവാഹം ഒരു സാക്ഷ്യമാകുകയാണ്. കുഞ്ഞുമേരി 3 വയസ്സ് മുതൽ ദേവാലയത്തിൻ്റെ ആയിരുന്നു. ദേവാലയ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ പ്രായപൂർത്തിയാകുമ്പോൾ അവൾ അവിടേതായിട്ടുള്ള ഇസ്രായേൽ നിയമത്തിനനുസരിച്ച് പോകണം. അതിന് അനുയോജ്യമായ ഒരു വിവാഹ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. പുരോഹിതൻ വളരെ ആഘോഷപൂർവം പ്രവേശിക്കുകയാണ്. ആ പ്രവേശനം ആ പുരോഹിതൻ പറയുന്നത് ഇവരുടെ 2 പേരുടെയും വലതു കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് എബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ധാരാളം തലമുറകൾ നിങ്ങളിൽ കൂടി ജനിക്കട്ടെ, നിങ്ങൾക്ക് അനന്തമായിട്ടുള്ള ജീവിതവും നല്ല മരണവും എല്ലാം ആ പുരോഹിതൻ ചുരുങ്ങിയ സമയം കൊണ്ട് ആശീർവദിക്കുകയാണ്. ഇത് കഴിഞ്ഞ് അവരൊരല്പസമയം ദേവാലയത്തിൽ തന്നെ യാത്ര പുറപ്പെടാൻ സമയമാകുന്നു. അതിനു മുമ്പ് ആ ദേവാലയത്തിൽ അല്പസമയം അവർ ചെലവാക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ അധ്യാപികയായ അന്ന അവളെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിച്ച് മകളെ എന്ന് വിളിക്കുന്നു. ഇത് കന്യാമറിയത്തിനെ കുരുത്തെരിപ്പിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ അവളുടെ അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹം 12 വർഷത്തോളം അനുഭവിക്കാതിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മ ഈ ചുംബനത്തിൽ കൂടി അവൾക്ക് കിട്ടുകയാണ്. അവൾ ആ സമയത്ത് എലിസബത്ത് പ്രവേശിച്ച് എലിസബത്തും പറയുകയാണ്, നിന്റെ ഈ ചമയത്തിന് വേണ്ടി, ഈ ഒരുക്കത്തിന് വേണ്ടി നിന്റെ അമ്മ ധാരാളം പ്രയത്നിച്ചു. അവൾ രോഗിയായിരുന്നെങ്കിലും അവൾ നിനക്ക് വേണ്ടി ഉടുപ്പുകൾ തയ്യാറാക്കി, ചമയങ്ങൾ തയ്യാറാക്കി. അതിൻ്റെ ഓരോ ഇഴയിലും അതിൽ കൂടുതൽ ചുംബനങ്ങൾ അവൾ നൽകിയിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കുഞ്ഞുനാളിൽ അവൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അത് ചുംബിച്ച് മുല്ലപ്പൂവിൻ്റെ പോലുള്ള പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സൗരഭ്യം അവൾ ആസ്വദിക്കുന്ന, അങ്ങനെ പരസ്പരം ഹൃദയങ്ങൾക്ക് ബന്ധം
ദൂരം പ്രശ്നമല്ല എന്ന് കാണിക്കുന്ന ഒരു അനുഭവം. ഇതിലെല്ലാം ഉപരി വിശുദ്ധ യോസേപ്പ് അവൻ്റെ വാഗ്ദാനം, ഞാൻ നസീർ വ്രതം എടുത്തിരിക്കുന്നു, അത് അവൾക്കൊരു വലിയ അടയാളവുമായിട്ട് തീരുകയാണ്. ഇതെല്ലാമാണ് ദൈവം അവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ആ വിവാഹത്തിൽ കൂടി നടക്കുന്നത്. നമുക്ക് ആ ദൈവത്തിൻ്റെ പരിപാലനയെ സ്തുതിക്കാം. അങ്ങനെ രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരുവാൻ രക്ഷകൻ്റെ അമ്മയും വളർത്തപ്പനുമായിട്ട് തീരുന്ന ഈ രണ്ട് ദമ്പതികളെ അവരുടെ വിവാഹത്തിൽ കൂടി ദൈവം ആശീർവദിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിലെ ഇനിയുമുള്ള അവരുടെ യാത്ര നസ്രത്തിലേക്കാണ്. അവർ യോവാക്കീമിൻ്റെയും അന്നയുടെയും ആയിരുന്നു. അതിനുശേഷം ദേവാലയത്തിൻ്റെ ആയി. ഇപ്പോൾ പൂർണ്ണമായി യൗസേപ്പിൻ്റെയാണ്. ആ സുരക്ഷിതമായിട്ടുള്ള അനുഭവം, ഇതെല്ലാമാണ് വിവാഹം വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന വിവാഹങ്ങളെല്ലാം ദൈവത്താൽ ആശീർവദിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള അനുഭവത്തിൻ്റെ ഒരു കുടുംബജീവിതമായിട്ട് എല്ലാ വിവാഹങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം.